SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ 2025-26 വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ദിനേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. USS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 40 പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത്. അതിൽ ജനറൽ വിഭാഗത്തിൽ 30, OBC 2, OEC 2, SC 2, ST 2, CWN 2, അങ്ങനെ 40 പേരടങ്ങുന്ന പ്രതിഭകളുടെ ഒരു കൂട്ടായ്മയാണ് എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട്. അപ്പൊ USS കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കിട്ടുന്ന മക്കളെല്ലാം വളരെ ഗിഫ്റ്റഡ് ആണ്. പക്ഷെ ആ കൂട്ടത്തിൽ 40 കുട്ടികൾ ഏറ്റവും മാർക്ക് വാങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും നന്നായി ആ പരീക്ഷയെ അറ്റൻഡ് ചെയ്ത 40 പേരുടെ ഒരു സംഘത്തെയാണ് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. നന്നായി പാട്ട് പാടുന്ന ഒരു കുട്ടി ഉണ്ടാവും, നന്നായി പാട്ട് പാടും, അത് ഗിഫ്റ്റാണ്. നന്നായി നൃത്തം ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ആ കഴിവ് അപ്പൊ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല കഴിവ്, എന്നാൽ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കഴിവാണ്. ആ കഴിവുള്ള മക്കളെയാണ് നമ്മളിവിടെ വിളിച്ചിരുത്തിയിട്ടുള്ളത്. ഇന്നത്തെ മക്കൾ ഒരുപാട് സൗകര്യങ്ങളുള്ളവരാണ് പഴയ കാലത്തെ അപേക്ഷിച്ച്. കഴിഞ്ഞ കാലത്തെ ജീവിതം കുറേ മക്കളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പ് എങ്ങനെയായിരുന്നോ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നത്. അന്ന് ടീച്ചറുടെ മക്കൾ ടീച്ചറാവും, ഡോക്ടറുടെ മക്കൾ ഡോക്ടറാവും. അതിനപ്പുറം ഒരു സാധാരണക്കാരൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനോ അവരുടെ മുന്നോട്ട് പോകാനോ ഒരു കോഴ്സ് പറഞ്ഞു കൊടുക്കാനോ സാധ്യതകൾ പറഞ്ഞു കൊടുക്കാനോ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അധ്യാപകരാണെങ്കിൽ അവർ ആ രീതിയിൽ പഠിപ്പിച്ച് അധ്യാപകരാക്കും, മക്കളെ ഡോക്ടറാവും. അതിനപ്പുറത്തേക്ക് സാധ്യതകളും കുറവായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളെ അത് ഗുണപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കണ്ണ് തുറന്ന് കാണാനുള്ള ശേഷി കൂടെ നമ്മുടെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. USS പരീക്ഷയിൽ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ 40 വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. തിരൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി MP SSLC പരീക്ഷയിലെ ഉന്നത വിജയികൾക്ക് ഉപഹാരം നൽകി. തിരൂർ AEO RP ബാബുരാജ് വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു. റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളായ മണികണ്ഠൻ മാസ്റ്റർ, മിനി ടീച്ചർ, സാബിറ ടീച്ചർ, ഗിഫ്റ്റഡ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ, അദ്രിജ, അനന്യ VP, സഞ്ജയ്, ഹന റസാഖ്, റസാൻ, അഭിനവ് എന്നിവർ സംസാരിച്ചു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഹസൻ മാസ്റ്റർ സ്വാഗതവും ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ഫാത്തിമ നസ്നീം നന്ദിയും പറഞ്ഞു. പർപ്പസ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ നിസാർ പട്ടുവും ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8075764120 79026380001 994665304.